പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നുള്ള നമ്മുടെ കോർ പേപ്പറിൻ്റെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ മൊഡ്യൂളിൻ്റെ പേര് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസിയിലെ സമകാലിക സംഭവ വികാസങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ പേര്. സമകാലിക സംഭവ വികാസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ ഇതുവരെ ഏകദേശം ഒരുപാട് വർഷങ്ങൾ 10-25 വർഷങ്ങൾ മുന്നോട്ട് പോയി. ഭരണഘടന 1950 നിലവിൽ വന്നു. ആ ഭരണഘടന വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ മാറ്റങ്ങളുണ്ടായി. ഭരണവ്യവസ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നു. ആ ഭരണഘടന അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമവാഴ്ച നിലവിൽ വന്നു. എന്നാൽ ഇന്നും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ വ്യവസ്ഥിതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന വർഗീയത എന്ന് പറയുമ്പോൾ അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന പേര് കമ്മ്യൂണലിസം എന്നുള്ളതാണ്. കമ്മ്യൂണലിസം അത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മതമൗലികവാദം അല്ലെങ്കിൽ മതവാദം. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ റിലീജിയസ് ഫണ്ടമെൻ്റലിസം എന്ന് പറയും. മൂന്നാമത്തേത് നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു പ്രശ്നമാണ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിച്ചു വരിക എന്നുള്ളത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് റീജണലിസം അഥവാ പ്രാദേശികവാദം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്ത് റിസർവേഷൻ ഇഷ്യൂസ്, അതായത് സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല രീതിയിലുള്ള നിലനിൽപ്പിനും രാജ്യത്തിൻ്റെ നിയമവാഴ്ചക്കൊക്കെ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ, ഭാഷ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ അറിയാം. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭാഷാ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന അവസരത്തിൽ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്നും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീജണലിസം എന്നുള്ളതാണ്. റീജണലിസം നമ്മുടെ ഈ ഒരു റീജണലിസം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. റീജണലിസം എന്ന് വെച്ചാൽ പ്രാദേശികവാദം എന്നാണ്. എന്നാൽ റിലീജിയസ് ഫണ്ടമെൻ്റലിസം മതമൗലികവാദം, അങ്ങനെ രണ്ടും റിലീജിയനും റീജിയണും രണ്ടാണ്. പലപ്പോഴും കുട്ടികളെ ആൻസർ ചെയ്യുന്ന അവസരത്തിൽ ഇത് തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. റീജണലിസവും റിലീജിയസ് ഫണ്ടമെൻ്റലിസവും രണ്ടായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ റീജണലിസം പ്രാദേശികവാദം എന്നുള്ളത് ഇന്ത്യൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഒരു പുതിയ പ്രതിഭാസമൊന്നുമില്ല. പ്രാദേശികവാദം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രദേശത്തോട് തോന്നുന്ന അമിതമായിട്ടുള്ള സ്നേഹമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ളവരെ ചിലപ്പോൾ മറ്റേതെങ്കിലും ആശയത്തിൻ്റെ മറ്റെന്തെങ്കിലും സംഭവവികാസങ്ങൾ വരുമ്പോൾ എതിർക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രാദേശികവാദം എന്നുള്ളത് ഇന്ത്യയിൽ ആദ്യമൊന്നുമല്ല. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടങ്ങളിലും പ്രാദേശികവാദം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പലപ്പോഴും ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി ഇത്തരം ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിനിടയിൽ വിവിധ ദേശീയ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളൊക്കെ ഈ ഒരു പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിലനിർത്തിയിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നമ്മുടെ രാജ്യത്ത് വലിയ ജനസംഖ്യ ഉണ്ട്. അതിനെ മൊത്തത്തിൽ പരിഗണിക്കാതെ സ്വന്തം പ്രദേശത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു രീതിയെയാണ് നമ്മൾ പ്രാദേശികവാദം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഈ പ്രാദേശികവാദം എന്നുള്ളത് വളരെയധികം ശക്തമായിട്ട് നിലനിന്നിരുന്നു. പലപ്പോഴും പല പ്രദേശങ്ങളും ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോവുകയാണ്, ഞങ്ങൾക്ക് ഇന്ത്യൻ്റെ ഒപ്പം കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആശയങ്ങൾ നിലവിൽ വന്നിരുന്നു. അങ്ങനെ പല രീതിയിൽ ആശയങ്ങൾ നിലവിൽ വന്ന സമയത്തും ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്നു, അതായത് ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലും നെഹ്റുവിൻ്റെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അന്ന് മുതലേ നമ്മുടെ നാട്ടിൽ പ്രാദേശികവാദമുണ്ട്. പിന്നെ ഇന്ത്യ പ്രാദേശികവാദത്തെ ഇല്ലാതാക്കുന്നതിന് ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ള ആശയമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ ഒരൊറ്റ രാജ്യം ഒരൊറ്റ പൗരത്വം. ആ രീതിയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ള ആശയം നടപ്പിലാക്കി.
പിന്നെ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരങ്ങളുള്ള രീതിയിലാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് സംവിധാനത്തെ വിന്യസിച്ചതും. അങ്ങനെ അതുവഴി പ്രാദേശികവാദത്തെ കൂടുതൽ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് അന്ന് ഇന്ത്യയിൽ ഭരണഘടനാപരമായി തന്നെ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ ആരംഭം മുതൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സവിശേഷതയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് പ്രാദേശികവാദം എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്ത്യയുടെ ഐക്യത്തിന്, ഇന്ത്യയുടെ അഖണ്ഡതക്കൊക്കെ വലിയ ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ആശയം കൂടിയാണ് ഈ പ്രാദേശികവാദം. അപ്പോൾ പ്രാദേശികവാദം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ഒരു പ്രദേശത്തോട്, നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രദേശത്തോട് തോന്നുന്ന അമിതമായിട്ടുള്ള സ്നേഹം, അതോടൊപ്പം മറ്റുള്ള പ്രദേശങ്ങളോട് തോന്നുന്ന ഒരു അമിതമായിട്ടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഒരു എതിർപ്പാണ് ഈ പ്രാദേശികവാദം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ലവ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ എന്നാണ്. ഒരു പ്രദേശത്തോട് അമിതമായിട്ട് എന്ത് ചെയ്യുക, സ്നേഹം തോന്നുക. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തോട് അമിതമായിട്ട് വിധേയത്വം തോന്നുമ്പോൾ നമുക്ക് മറ്റ് പ്രദേശങ്ങൾ അതേസമയം എതിർക്കുന്ന രീതിയുണ്ട്. നമ്മൾ നാഷണാലിസം എന്ന് പറയുമല്ലോ, ഇന്ത്യയുടെ ദേശീയത, നമ്മളൊക്കെ എല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്നൊക്കെ പറയും. അതിന് നമ്മൾ ദേശീയത എന്ന് പറയും. എന്നാൽ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ കേരളക്കാരായ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തമിഴ്നാട്ടുകാരെ മൊത്തം എതിർക്കുക, കർണാടകക്കാരെ എതിർക്കുക, അങ്ങനെ അതിന് നമ്മൾ പ്രാദേശികവാദം എന്ന് പറയും, റീജിയണലിസം അല്ലെങ്കിൽ സബ് നാഷണാലിസം എന്ന് പറയും അല്ലേ. ഇപ്പോൾ നമ്മൾ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും കേരളം ജയിക്കണം എന്നായിരിക്കും, കാരണം നമ്മുടെ കേരളത്തിൻ്റെ ആളുകളാണ്. ഇനി തമിഴ്നാട്ടുകാർക്ക് നേരെ തിരിച്ച് തമിഴ്നാട് ജയിക്കണം എന്നായിരിക്കും, അവർ തമിഴ്നാടിനെയാണ്, അവരുടെ നാടിനെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രാദേശികവാദം എന്നുള്ളത് എല്ലാ സമൂഹത്തിലും നിലനിൽക്കുന്ന ഒരു ആശയം കൂടിയാണ്. പക്ഷേ പലപ്പോഴും പ്രാദേശികവാദം വലിയ പ്രശ്നങ്ങൾ എത്തിക്കാറുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ മീനിങ് ഓഫ് റീജിയണലിസം എന്നുള്ളത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തോട് അതിര് കടന്ന കൂറും സ്നേഹവുമാണ് പ്രാദേശികവാദം. അതോടൊപ്പം മറ്റ് പ്രദേശങ്ങളുടെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ ബലി കഴിച്ചാലും സ്വന്തം പ്രദേശത്തിൻ്റെ വികസനം, മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ജോലി ചെയ്യാനും താമസിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ വികലമായ ആശയങ്ങളാണ് ഈ ഒരു പ്രാദേശികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുക. അതായത് നമ്മുടെ പ്രദേശത്തോട് അമിതമായിട്ട് നമുക്ക് സ്നേഹം തോന്നുന്ന മറ്റു പ്രദേശങ്ങൾ എതിർക്കുക. പല കാര്യത്തിലും അങ്ങനെ എതിർക്കാറുണ്ട്. അതായത് മറ്റു പ്രദേശം, ഇപ്പോൾ നമ്മൾ തന്നെ ബംഗാളികൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജോലിക്ക് വരുന്നുണ്ട്. അവരെയൊന്നും പലപ്പോഴും നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രാദേശികവാദമാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമ്മളിപ്പോൾ ഇനി ബസ്സിൽ പോകുമ്പോൾ ഒരു ബംഗാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒറീസക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തർപ്രദേശുകാരനായിട്ടുള്ള ഒരു തൊഴിലാളി നമ്മുടെ അടുത്ത് ഇരുന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ അവരോട് ഒരു കേരളക്കാരനെ ഇരിക്കുന്നത് പോലെയല്ല നമ്മുടെ ഒരു ബിഹേവിയറിൽ ഉണ്ടാവുക. അത് ചെറിയ മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകും. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ഭാഷാപരമായും സാംസ്കാരികപരമായും പല രീതിയിലുള്ള വ്യത്യാസങ്ങളുള്ളവരാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അവർ അതേ രീതിയിൽ നമ്മളെല്ലാവരും ഒരേപോലെ പരിഗണിക്കാതെ സ്വന്തം പ്രദേശത്തിന്, സ്വന്തം ആളുകൾക്കൊക്കെ കൂടുതൽ പരിഗണന നൽകുന്ന ഒരു അവസ്ഥ ഈ പ്രാദേശികവാദത്തിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ പ്രാദേശികവാദത്തിന് ചില നല്ല കാര്യങ്ങളുണ്ട്, ചില മോശപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് റീജിയണലിസം ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് റീജിയണലിസം ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഈ പ്രാദേശികവാദത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്നാമത്തേത് പറയുന്നത് സാംസ്കാരിക വ്യക്തിത്വം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്തിൻ്റെ ഭാഷകൾ, സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവ സംരക്ഷിക്കാനും എപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശികവാദം സഹായിക്കുന്നതാണ് അല്ലേ. നമ്മുടെ നാട്ടിലുള്ള അതേ കലകളാവില്ല ചിലപ്പോൾ മറ്റൊരു നാട്ടിലുണ്ടാവുക. തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതേപോലെ വേറെ കലകളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ നാട്ടിലും ഒരേപോലെയല്ല സംസ്കാരം, ഭാഷകൾ ഒരേപോലെയല്ല, പാരമ്പര്യം ഒരേപോലെയല്ല. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരം, ഭാഷ, പാരമ്പര്യം ഇതൊക്കെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പ്രാദേശികവാദം സഹായിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം പ്രത്യേകം നമ്മുടെ പ്രദേശത്തെ അടിസ്ഥാനമാക്കി നമ്മൾക്കിടയിൽ തന്നെ ഒരു അഭിമാനം, ഉടമസ്ഥ ബോധം. അഭിമാനം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത്, നമ്മളിപ്പോൾ ഇവിടെ ജനിച്ചത് കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ രീതിയിലൊരു അഭിമാന ബോധവും നമ്മുടെ പ്രദേശമാണെന്നുള്ള രീതിയിൽ നമ്മുടെ പ്രദേശത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും സംരക്ഷിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതും നമ്മുടെ പ്രാദേശികവാദത്തിൻ്റെ ഒരു പോസിറ്റീവ് എക്സാമ്പിളാണ്. രണ്ടാമത്തേതാണ് വികേന്ദ്രീകൃത വികസനം. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ വേണോ ആ വികസന പ്രവർത്തനങ്ങളൊക്കെ എത്തിക്കാനും അതിനുവേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കാനൊക്കെ നമ്മുടെ പ്രാദേശികവാദം സഹായിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നതില്ല, അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ന സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരു പ്രാദേശികവാദത്തിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അത് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ
നമുക്ക് പ്രദേശത്ത് വികസനം വേണം, വികേന്ദ്രീകൃതമായിട്ടുള്ള വികസന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആശയം നിലനിൽക്കുന്നത്. മൂന്നാമത്തേത് വർദ്ധിച്ച രാഷ്ട്രീയ പങ്കാളിത്തം. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശത്തിന് വേണ്ടി ശബ്ദിക്കാനും മറ്റു രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാനും മറ്റൊക്കെ ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ ഈ പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ പ്രാദേശികവാദം സഹായിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സന്തുലിതമായ വികസനമാണ് അടുത്ത പോയിന്റ് പറയുന്നത്. സന്തുലിതമായ വികസനം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മറ്റുള്ള നാടുകളിലുള്ളതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കണം, എല്ലാ വികസന പ്രവർത്തനങ്ങളും നമുക്ക് അവൈലബിൾ ആകണം. അതിനു വേണ്ടിയുള്ള നമ്മൾ ശ്രമങ്ങൾ നടത്തുമല്ലോ. അപ്പോൾ അത് സന്തുലിതമായ വികസനം എന്ന ആശയത്തിൽ വരുന്നുണ്ട്. അതും പ്രാദേശികവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് എക്സാമ്പിളാണ്. മറ്റൊന്നാണ് പ്രാദേശിക പരാതികൾ പരിഹരിക്കൽ. പ്രാദേശിക പരാതികൾ പരിഹരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കാൻ നമ്മൾ പ്രാദേശികവാദം സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റീവ് എക്സാമ്പിളാണ്. ഇനി ഒരുപാട് എണ്ണം ഉണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. രണ്ടാമത്തേത് പറയുന്നത് നെഗറ്റീവ് ആസ്പെക്ട്സ്. പ്രാദേശികവാദം അങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ ഒരുപാട് സ്വാധീനിക്കുമെങ്കിലും അതേസമയം നെഗറ്റീവായിട്ട് ഒരുപാട് സ്വാധീനങ്ങൾ നമ്മളിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ദേശീയ ഐക്യത്തിന് ഭീഷണിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യ എല്ലാവരും സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അതിൻ്റെ അതേ സമയത്ത് തന്നെ പ്രാദേശികവാദം ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിച്ചു പോകാനുള്ള ഒരു കാരണമായി മാറുന്നുള്ളതാണ്. അപ്പോൾ ദേശീയ ഐക്യത്തിന് ഭീഷണിയാണ്. അപ്പോൾ അതിര് കടന്ന പ്രാദേശികവാദം വിഘടനവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ വിഘടനവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാമ്പിൾ ഒരുപാട് എണ്ണം പറയുന്നുണ്ട്. ഇപ്പോൾ DMK, പിന്നെ ഖാലിസ്ഥാൻ എന്ന് വെച്ചാൽ പുതിയ രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് പഞ്ചാബിലെ സിഖുകാരുടെ നേതൃത്വത്തിലേക്ക് ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നെ അതേപോലെ ഒരുപാട് സമരങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. ആസാമിൽ നടന്നിട്ടുണ്ട്, മിസോറാമിൽ നടന്നിട്ടുണ്ട്, പല ഭാഗങ്ങളിൽ ഇന്ത്യയിൽ ഇതേ രീതിയിൽ വിഘടനവാദ സമരങ്ങൾ ഒരുപാടെണ്ണം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പ്രാദേശികവാദം പലപ്പോഴും ദേശീയ ഐക്യത്തിന് ഭീഷണിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് അസമമായിട്ടുള്ള വികസനം. അസമം എന്ന് വെച്ചാൽ ഇനീക്വാളിറ്റിയാണ്. അസമത്വമുള്ള വികസനം പലപ്പോഴും ചില പ്രദേശത്ത് കൂടുതൽ വികസനം വരാനും ചില പ്രദേശത്ത് വികസനം ഇല്ലാതിരിക്കാനും ഒക്കെ കാരണമാകും. അപ്പം ഒരു പ്രദേശം നമ്മളെല്ലാവരും നികുതി കൊടുക്കുന്നുണ്ട്. നികുതി കൊടുക്കുന്ന പൈസയാണ് ഗവൺമെൻറ് വികസന പ്രവർത്തനത്തിനൊക്കെ നടപ്പിലാക്കുന്നത്. ഗവൺമെൻറ് എല്ലാ കാലത്തും ചില പ്രദേശങ്ങൾക്ക് മാത്രം ഒരുപാട് പൈസ കൊടുക്കുകയും ചില പ്രദേശങ്ങളെ അത്രത്തോളം പരിഗണിക്കാതിരിക്കുകയും ചെയ്താൽ അവിടെ അസമമായ വികസനം ഉണ്ടാകും. അങ്ങനെ ഈ സമത്വമില്ലായ്മ അല്ലെങ്കിൽ വികസനത്തിലുള്ള ഈ അസമത്വം മറ്റൊരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം മറ്റൊരു മൂന്നാമത്തെ പ്രശ്നമായിട്ട് പറയുന്നതാണ് രാഷ്ട്രീയ അസ്ഥിരത എന്ന് വെച്ചാൽ അവിടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ പലതും ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള അസ്ഥിരതയുണ്ടാകുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ദേശീയ താല്പര്യം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഓരോ പ്രദേശത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പലപ്പോഴും വന്നു ചേരും. അത് രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നയിക്കും. പലപ്പോഴും ഗവൺമെൻറ്റുകൾക്ക് കൃത്യമായി ഭരണം നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥ വരും എന്നുള്ളതൊക്കെയാണ് ഇവിടെ രാഷ്ട്രീയ അസ്ഥിരത എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ അസ്ഥിരത എന്നുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് പരിഗണിക്കുന്നത്. മൂന്നാമത്തേത് സങ്കുചിതമായ മനോഭാവം എന്ന് വെച്ചാൽ നമ്മളൊരു വിശാലാർത്ഥത്തിൽ എല്ലാവരും ഇന്ത്യൻ്റെ ഭാഗമാണ് എന്നുള്ളതിനെ മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ പ്രാദേശികമായിട്ട് മാത്രം ചിന്തിക്കുകയും മറ്റു പ്രദേശങ്ങളോടൊക്കെ ഒരു വിവേചനം അല്ലെങ്കിൽ വെറുപ്പ്, ഒരു വിദ്വേഷം തോന്നാനുള്ള കാരണമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ സങ്കുചിതമായൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ ഈ പ്രാദേശികവാദം വളരെ ദോഷകരമായ രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ദേശീയ നയങ്ങളുടെ തടസ്സം. ദേശീയ നയങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് ഒന്നാകെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പല പ്രദേശത്തും അത് നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അതൊരു നെഗറ്റീവ് ഇഷ്യൂ ആണ്. അതായത് പലപ്പോഴും ഞങ്ങൾ ഇത് അനുവദിക്കൂല, അല്ലെങ്കിൽ ഇങ്ങനൊരു വിധിയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഇങ്ങനൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രദേശത്തുള്ളവരും അവരവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ദേശീയ തലത്തിൽ ഒരു പുതിയ തീരുമാനം നയങ്ങളൊക്കെ എടുക്കുന്നതിന് അത് പ്രശ്നത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ റീജിയണലിസം, പ്രാദേശികവാദം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, റീജിയണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്.
അപ്പോൾ അതിൽ കോസസ് ഓഫ് റീജിയണലിസത്തിൽ ആദ്യം പറയുന്നത് കൊളോണിയലിസം അല്ലെങ്കിൽ ചരിത്രപരമായ കാരണങ്ങൾ എന്നുള്ളതാണ്. ചരിത്രപരം എന്ന് വെച്ചാൽ നമ്മളെ മുൻപ് നടന്നിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് കൊളോണിയലിസം, കൊളോണിയൽ പാരമ്പര്യമാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു നയമുണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ആ പോളിസി തന്നെയാണ് ഇന്ത്യയിൽ പ്രാദേശികവാദത്തെ ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അതോടൊപ്പം പണ്ട് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇത്തരത്തിൽ ചരിത്രപരമായ കാരണങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഭാഷയുടെ അടിസ്ഥാനത്തിലും സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അത് പ്രാദേശിക ബോധത്തിന് അടിത്തറയിട്ടു എന്നുള്ളതാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ നമ്മൾ ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പിന്നീട് പ്രാദേശികവാദത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രശ്നം ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ ജിയോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പം അവർക്ക് പ്രത്യേക ഒരു അല്ലെങ്കിൽ പ്രാദേശിക സ്നേഹം തോന്നിയേക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ കാശ്മീർ, നമ്മുടെ ഇന്ത്യ രാജ്യവും പാകിസ്ഥാനും എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്ന രണ്ട് രാജ്യങ്ങളും ഒരേ സമയം അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രദേശമാണ് കാശ്മീരിൻ്റെ പ്രദേശം. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ഞങ്ങൾ രണ്ട് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പ്രത്യേകം വേറെ രാജ്യമായി മാറാം എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും അവർക്ക് തോന്നിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സ് അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ്റെ വടക്കു കിഴക്കേ സംസ്ഥാനങ്ങൾ അവരൊക്കെ പലരും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിക്കാതിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പോലുള്ള ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടലുകളെ അങ്ങനെ വരുന്ന അവസരത്തിൽ അത് പ്രാദേശികവാദത്തിലേക്ക് വഴിവെച്ചേക്കാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വിഭവങ്ങളുടെ വിതരണം, പ്രകൃതി വിഭവങ്ങൾ പല രീതിയിലാണ് പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലും പലതരത്തിലാണ് പ്രകൃതി വിഭവങ്ങളുള്ളത്. എന്നാൽ ആ പ്രകൃതി വിഭവങ്ങളെ കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതിൽ അസമത്വം നിലനിൽക്കുന്നതും പ്രധാനമായിട്ടും റീജിയണലിസം അഥവാ പ്രാദേശികവാദം ഉയർന്നു വരാൻ കാരണമാകും. മറ്റൊന്നാണ് വംശീയവും ഗോത്രപരവുമായ സ്വത്വങ്ങൾ. ഗോത്രപരമായ സ്വത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പല നാട്ടിലും പല വംശവിഭാഗങ്ങളാണ് ഭരിക്കുന്നത് ജീവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കേരളക്കാരെ പോലെയല്ല തമിഴ്നാട്ടിലുള്ള ആളുകൾ ഉണ്ടാവുക. ഇനി നമുക്ക് അരുണാചൽ പ്രദേശിലെയും ആസാമിലെയൊക്കെ ആൾക്കാരുടെ വംശം ഗോത്രമൊക്കെ മാറ്റമുണ്ട്. അങ്ങനെ പല രീതികളിലുള്ള ജനങ്ങളാകുമ്പം ഈ വംശീയവും ഗോത്രപരമായ അടയാളങ്ങൾ അല്ലെങ്കിൽ സത്വങ്ങൾ ഒക്കെ പലപ്പോഴും പ്രാദേശികവാദത്തിന് കാരണമാകുമെന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന് മതപരമായ കാര്യങ്ങൾ. പലപ്പോഴും മതപരമായ കാരണങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മതപരമായിട്ടും പ്രാദേശികവാദം ഉയർന്നു വന്നേക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം രൂപീകരിച്ചതും കാശ്മീർ ഇഷ്യൂ, പിന്നെ അതോടൊപ്പം വരുന്ന ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് ഒക്കെ മതപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഇഷ്യൂസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നതാണ് ജാതി വ്യവസ്ഥയും ഇതേപോലെ പ്രാദേശികവാദവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മറ്റു ചില കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിലൊന്നാണ് സാമ്പത്തിക കാരണങ്ങൾ. അപ്പോൾ അസമത്വത്തിലുള്ള നമ്മുടെ സമ്പത്തിൻ്റെ വിതരണം, അസമമായിട്ടുള്ള വികസനം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രദേശത്തിന് മാത്രം എല്ലാ വികസനവും കൊടുക്കുക, എന്നാൽ ചില പ്രദേശങ്ങൾക്ക് വികസനമൊന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ അത് പ്രാദേശികവാദത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നുള്ളതാണ്. പിന്നെ വിഭവത്തിൻ്റെ ചൂഷണം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഒരു പ്രദേശത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് അവിടുത്തെ നാട്ടുകാർക്ക് ചൂഷണം ചെയ്യുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുവഴി പ്രാദേശികവാദം ഉയർന്നു വന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു ചില കാര്യങ്ങളാണ് രാഷ്ട്രീയ കാരണങ്ങൾ വഴി പ്രാദേശികവാദം ഉയർന്നു വന്നേക്കാം. ആ രാഷ്ട്രീയ കാരണങ്ങൾക്ക് ഉദാഹരണമാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അതേ പാർട്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല വികസനം കിട്ടുകയും നല്ല ഫണ്ട് പാസ്സാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിൻ്റെ എതിരായിട്ടുള്ള പാർട്ടിയാണ് സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതെങ്കിൽ പലപ്പോഴും ഫണ്ടുകൾ ആ രീതിയിൽ കിട്ടാത്ത പ്രശ്നമുണ്ട്. അങ്ങനെ സംസ്ഥാനങ്ങൾക്കിടയിൽ പ്രാദേശികവാദം ഉയർന്നു വരാൻ അതൊരു കാരണമാകും എന്നുള്ളതാണ്. പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ അമിതമായിട്ടുള്ള അധികാരത്തിൽ എപ്പോഴും നമ്മുടെ നാട്ടിൽ കൂടുതൽ പവർ കിട്ടുക കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം കിട്ടുന്നതുകൊണ്ട് പലപ്പോഴും പല പ്രദേശങ്ങളിൽ ഭരിക്കുന്ന പാർട്ടികളെയും അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ ജനങ്ങളെയും സർക്കാരിനെ എതിരാക്കി മാറ്റാനും ഈ പ്രാദേശികവാദം സഹായിക്കും എന്നുള്ളതാണ്.
പിന്നെ പലപ്പോഴും അധികാരം നേടാനും അധികാരം നിലനിർത്താനൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഈ രാഷ്ട്രീയ കുതിര കച്ചവടങ്ങൾ, കൃത്രിമത്വങ്ങൾ, അതൊക്കെ പലപ്പോഴും പ്രാദേശികവാദത്തിലേക്ക് എത്തിച്ചേക്കാം എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ രീതിയിലൊക്കെയാണ് പ്രാദേശികവാദം എന്നുള്ള ആശയം ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രാദേശികവാദം പിന്നീട് പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണം വേണം, അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരം കുറച്ചിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കൂടുതൽ അധികാരം നൽകണം, അങ്ങനെ പല രീതിയിൽ ആവശ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലനിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതോടൊപ്പം മുൻപ് കാലഘട്ടത്തിൽ നമ്മുടെ ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടു പോകണം, ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം. പിന്നെ തമിഴ്നാട്ടിലുള്ള ആളുകൾ ദ്രാവിഡ നാട് എന്നുള്ള രാജ്യം രൂപീകരിക്കണം, ഖാലിസ്ഥാൻ എന്നുള്ള പേരിൽ രാജ്യം രൂപീകരിക്കണം. മിസോ വിഭാഗത്തിന്, മിസോ എന്ന് വെച്ചാൽ നമ്മളെ മിസോറാമിൽ, നാഗാലാൻഡിലെ ഒക്കെ ആളുകൾ മിസോ ഒരു വംശീയ വിഭാഗമുണ്ട്, അവർക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞു. ആസാമിനെ പ്രത്യേക രാജ്യമാക്കണമെന്ന് ആസാമിൽ നിന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യൻ്റെ ഐക്യത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പലപ്പോഴും ഈ പ്രാദേശികവാദം മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ആളുകൾ തൊഴിലിന് പോകുന്നത്, അങ്ങനെ അവിടെ ഒരുപാട് ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് വഴി അങ്ങനെ സംസ്ഥാനങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ്റെ തോത് വർദ്ധിച്ചത് കാരണത്താലൊക്കെ അവിടെയൊക്കെ പ്രാദേശികവാദം ഉയർന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും പല ആളുകളെയും ഇവിടുന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് പറഞ്ഞേക്കണം ഇങ്ങോട്ട് പറഞ്ഞേക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രാദേശികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രാദേശികവാദം എന്നുള്ളത്. എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ പ്രാദേശികവാദം എന്നുള്ള ഭാഗം. ഓക്കെ, താങ്ക് യു.